അവളിങ്ങോട്ട് വരട്ടെ, കൊടുക്കണുണ്ട് ഞാൻ പണി. എൻ്റെ വാച്ച് വേണ്ട, ഉമ്മയൊന്നും വെക്കണ്ട. ഉമ്മ വെച്ചിട്ട് വേണം പിന്നെ സമയം തെറ്റി നേരെ കക്കൂസ പോയിരിക്കാൻ. അതേവനുണ്ടല്ല ചെരുപ്പം തേച്ചിട്ടുണ്ട്. ഇതിപ്പോ എത്രാമത്തെ ചെരുപ്പാണ് തേച്ച് തീർക്കണം. എന്തോ പറയാറുണ്ടല്ലോ. പക്ഷെ എന്റെ പട്ടി പോവും, നോക്കിക്കോ. അതെ വന്നി ഈ കാണുന്ന 1.5 ഏക്കർ മുറ്റം എല്ലാം ഞാൻ തൂത്തുവാരിയിട്ടുണ്ട്. പിന്നെ മേളിലെ ടെറസ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിന്റെ തുണിമണികൾ എല്ലാം വാഷിംഗ് മെഷീൻ കിടന്ന് കറങ്ങുന്നുണ്ട്, റെഡിയാകും. പിന്നെ 1.5 ആഴ്ചയായിട്ട് നീ അലക്കാണ്ടിട്ടേക്കുന്നത് നിന്റെ അടിപ്പാവാണ്. 5 മിനിറ്റ് റെഡിയാകും, അലാം വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി കഴിക്കാൻ നിനക്ക് ചോറ്, എനിക്ക് കഞ്ഞി, എല്ലാം റെഡി. എല്ലാം റെഡിയാണോടാ കുട്ട? റെഡിയാണ്. ആണോടാ കുട്ട? ശരിക്കും? ദൈവമേ, ഇവക്ക് എന്നോട് സ്നേഹം വിതുമ്പി തുളുമ്പുന്നു. ശരിക്കും? എന്നാ പിടിച്ചു. ഒന്നും കാണില്ലല്ലോ. അടിച്ച എന്നെ? എന്തിനാ അടിച്ചേ? തന്നോടൊരു 100 വട്ടം പറഞ്ഞിട്ടില്ലടോ ഈ കുന്ത്രാട്ടം കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവരാൻ. ഇന്ന് ഓഫീസിൽ പോയി ഞാൻ തള്ളി കൊണ്ടുവന്നേ. അതിന് ഞാൻ മെക്കാനിക്കൊന്നും അല്ലല്ലോ. ഓഹോ, താൻ എന്നോട് തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയോ? പിന്നെ കിട്ടി. ഒരട കണ്ണാടി വേണ്ട, കണ്ണിട്ട് കുത്തിപ്പൊട്ടിക്കാനല്ലേ. എന്റെ അപ്പൂപ്പന്റെ കണ്ണാടിയാണോ ഇത്? അവളുടെ അപ്പൂപ്പന്റെ കണ്ണാടി. അടികൊണ്ട് മനുഷ്യന്റെ കവള് വീർത്ത് ഇങ്ങനെ മിനിറ്റും മണിക്കൂർ മാറ്റിക്കൊണ്ട് ഒരു കാര്യമില്ല. അന്ന് അവളുടെ കട്ടിനടിയിൽ നിന്ന് പിടിച്ചോണ്ടല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2023 മെയ് 5. അന്ന് ഞാൻ പോവാണ്ടിരുന്നിരുന്നെങ്കിലാ. ശരിയാണല്ലോ, തടയണം. ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഓ, ആ കാലം അവളോട് ചൊല്ലിക്കൊണ്ടിരിക്കണായിരിക്കുമല്ലേ. എങ്ങനെയെങ്കിലും മുടക്കണം. കേബിള് കട്ട് ചെയ്യാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എടാ, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്റെ കല്യാണം ഉറപ്പിച്ചു. ആഹാ, ഹാപ്പി മാരീഡ് ലൈഫ്. എടാ പൊട്ട, എനിക്ക് നിന്നൊന്ന് കാണണം. നീ ഒന്ന് വാ. നിന്റെ കല്യാണം ഉറച്ച സമയത്ത് ഞാൻ എന്തിനാടി ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട്? എടാ, അതല്ല, ഇന്ന് വീട്ടിൽ ആരും ഇല്ല. നീ ഒന്ന് വാ. വീട്ടിലാരുമില്ലേ? എടി, വീട്ടിലാരുമില്ലാണ്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടാ? ഓ എടാ മരപ്പൊട്ട, നീ വരുന്നോട്ടെങ്കി വാ. ഞാൻ വരാം. എന്താണ് മുറിയാത്തത്? കിട്ടിയടാ, മാറ്റിയിട്ടേക്കാം. വരുമല്ലേ ഇപ്പൊ. എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഡാഡി മമ്മി വീട്ടിലില്ലേ, സടപ്പോടെ യാറുമില്ലേ, വിളയാട പോമാ പിള്ളേ. ദൈവമേ, കേബിൾ പൊട്ടിയാ. ഓ, എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകും. ചേട്ടാ, ആ വണ്ടി തന്നെ എന്റെ വണ്ടിയുടെ കേബിള് പൊട്ടി. കേബിള് ആയിക്കോട്ടെ. എവിടെ പോണ്ട? ഇവിടം വരെ ശരിയാണല്ല. അന്ന് ഞാൻ ചേട്ടന്റെ വണ്ടിക്കാണ് പോയത്. ഇനി ഞാൻ 15 മിനിറ്റ് മുന്നേ പോയി ഇയാളെ ബ്ലോക്ക് ചെയ്യണമല്ല. ചേട്ടനെ കണ്ടു പോണ്. നിനക്കെന്താ പ്രാന്താണ്? ഞാൻ നമ്മുടെ വീട്ടിലേക്ക് പോണു. ഇത് ശാന്തര വീട്ടിലേക്കുള്ള വഴിയല്ലേ? ആ ഒരു വഴി കൂടി ഞാൻ വീട്ടിലേക്ക് പോയല്ല. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? അതെ, ചേട്ടൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പത്തിന് ചേട്ടൻ്റെ അടുത്ത് ഈ വണ്ടി ഞാൻ ചോദിക്കും. അപ്പൊ ചേട്ടൻ എന്ത് പറയും? ഞാൻ തരും. വണ്ടി തരരുത്. നിനക്കെന്താ പ്രാന്ത? എന്നാ പിന്നെ ചോദിക്കണ്ടത് പോരെ? അല്ല, ഞാൻ ചോദിക്കും, പക്ഷെ വണ്ടി കൊടുക്കരുത് പ്ലീസ്. രാവിലെ ഒന്ന് ഓരോ വലിച്ചു കയറ്റിട്ട് കിളിയുമ്പോ ഇരിക്കണാണ്. എടാ, നീ അമ്മേനെ പിടിച്ച് സത്യമായിട്ടല്ല വലിക്കൂല. ചേട്ടൻ വണ്ടി കൊടുക്കരുത് പ്ലീസ്, കാല് പിടിക്കാം. ഒന്ന് പോടാ, വേറെ പണിയൊന്നും. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. നീ ആ ഹെൽമെറ്റ് വെച്ചേക്കണ കണ്ട? അവനല്ലേ? പതുക്കെ അവനെ തട്ടിക്കൊണ്ടു പോവാണെങ്കിൽ നിനക്ക് 2000 രൂപ. 2000 രൂപയെ? ചേട്ടനുണ്ട്. ഞാൻ മര്യാദ ചോറ് വെച്ചോണ്ട് നിശാനെ. നിന്റെ സ്ഥിരം പരിപാടി നടക്കൂല നിശാനെ. എടാ, സീരിയസ് ആയിട്ട് പറഞ്ഞ 2000 രൂപ തരും. എന്നാ പിന്നെ നിനക്ക് വിളിച്ചോണ്ടാ പോരെ? നിനക്ക് 2000 രൂപ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ തന്നെ 2000 രൂപ കൊടുക്കാം. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. നിന്റെ സ്ഥിരം പരിപാടി ഇതായോണ്ട് നീ പറ്റിക്കോന്ന് നമുക്കറിയില്ല. നമ്മ ചോദിച്ചെന്നുള്ളു. എടാ, പറ്റിക്കില്ല, നീ അവനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോവാ. ഏറ്റല്ല ഏറ്റി. പിന്നെ കൊളവാക്കരുത്. നീ കണ്ടോ? ഹെൽമെറ്റ് മാറ്റടാ. എന്താടാ നിശാനെ? നീയാ
അവിടെ ഒന്ന് ഇവിടെ ഒന്ന് എന്ത് കുമ്പിടി കളിക്കണ നീ പൈസ എടുത്തേ ഞാൻ പോട്ടെ. ഏത് പൈസ? 2000 കൊടുക്ക് പോട്ടെ. 2000 രൂപ പലിശ സ്ഥിരം പരിപാടി. മെയ് മാസം അവന്റെ ഏപ്രിൽ ഫുൾ കളി. പൈസ എടുക്ക് പോട്ടെ. ഹെൽമെറ്റിന് അടിക്കും പോടാ. ഇതാണ് ഇനി വിളിക്കാവുന്നതൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലേ? കാണാടാ കാണാടാ കാണാ. എടാ പോകല്ലേ എന്റെ പൊന്നെ, എടാ തട്ടിക്കൊണ്ട് പോടാ. അയ്യോ ഇപ്പൊ എന്താടാ ഇവന് വെളിയും വെള്ളിയാഴ്ച ഒന്നും ഇല്ല ഇവന്. ഞാൻ പോണില്ലേ ഇവിടെ തന്നെടല്ലോ. നാശത്തിന്റെ വഴിയിലേക്കാണ് നീ പോണത്. പോകരുത് പോകരുതെന്ന് പറഞ്ഞാ പോകരുത്. താനാരാ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ അനുഭവിക്കും. കണ്ടോടാ. പിന്നെ കണ്ടോ അനുഭവിക്കും. ഒന്ന് പോടാ. നീ ഒരു കാര്യം ചെയ്യും. നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എടോ താക്കോലി നിക്കണോ? എന്നെ പിടിച്ചാ കിട്ടില്ലടാ. പോടാ. എടാ നിക്കടാ. അയ്യോ അയ്യോ പോയി വട്ടം പോയി. ഓ രക്ഷോട്ട്. അപ്പൊ ഇതാണ്. ഇനി നീ എനിക്കൊന്ന് പോണത് കാണണോടാ പട്ടി. അയ്യോ അത് ഞാൻ തന്നെയാണല്ല. അപ്പൊ അങ്ങനെ സമാധാനമായി. അങ്ങനെ അവളെന്റെ ലൈഫിൽ നിന്ന് തന്നെ പോയി. ഇനി വേണം എനിക്ക് അടിച്ച് പൊളിക്കാൻ. ചേട്ടാ ചായ. ഇതേതാ പുതിയ കൈ? നല്ല ചിരി. ആരാ? കണ്ടോ ചേട്ടൻ ഇന്നലെയും ചോദിച്ചു. ഞാൻ ചേട്ടന്റെ ഭാര്യ. ഹോസ്പിറ്റലിൽ പോയാലോ? എന്തിന്? ചേട്ടന് കുഴപ്പമൊന്നുമില്ലേ? ആണോ? എന്നാ ഞാൻ അകത്തേക്ക് പോട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ചേട്ടൻ ചായ കുടിക്കും. ചേട്ടൻ എന്താ വേണ്ട രാവിലെ കഴിക്കാൻ? അപ്പം വേണോ, ഇഡലി വേണോ, ദോശ വേണോ, പുട്ട് വേണോ, എന്താ വേണ്ട കഴിക്കാൻ? ഹോട്ടലിലാണ് വന്ന് വീണത്. എനിക്ക് ഇടിയപ്പം. ഇടിയപ്പം. എന്നാ ഞാനേ പോട്ടെ. ചൂടുവെള്ളം എന്തെങ്കിലും വേണോ കുളിക്കാൻ? വേണ്ട, ഇപ്പൊ ഇനി ആവശ്യം ഉണ്ടാവില്ല ചൂടുവെള്ളം. എന്നല്ലേ ചേട്ടൻ ചായ കുടിക്കും. നല്ല കിടിലം ഭാരനെ കിട്ടി. ഇനി ഒരുപാട് പണി ചെയ്യിപ്പിക്കണം. അപ്പൊ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായി. ഇനി ഈ വാച്ച് കുറച്ച് ദിവസം പോക്കറ്റ് ഇരിക്കട്ടെ. അല്ലെങ്കിൽ അറിയാണ്ടെങ്ങനെ ഞെക്കി പഴയതെങ്ങനെ ചാടി വന്നു കഴിഞ്ഞാലേ അകത്തിരി. എന്താടി? അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് രാവിലെ ഭർത്താവിന്റെ കാലെ തൊട്ട് വന്നിച്ചിട്ട് വേണം ജോലി തുടങ്ങാൻ. ആണല്ലേ? ഉള്ള ജീവൻ പോയി. കളിക്കാം. തോക്കോ. അയ്യോ മുതുക ചൊറിയണുണ്ടല്ലോ. ചൊറിഞ്ഞാണെങ്കിൽ ആരുമില്ല. ഇവിടെയാണോ ചേട്ടാ? ഇവിടെയാണോ ജോലി? അവിടെ തന്നെ. ചേട്ടൻ വിളിച്ചോ? അടുക്കള കൊണ്ട് വെക്കാം. കയ്യിൽ പോയല്ലോ. ഇതാരാ? ഭാര്യ. കുടിവെള്ളം കുടിക്കട്ടെ. എന്താ ഒപ്പ്. തടവോ ഇവള്? കൊള്ളല്ല. കേട്ടെ എന്തൊരാശ്വാസം. ഇതേപോലൊരു ഭാര്യ. ഒരടി കിട്ടിട്ട് എത്ര നാളായി. മുഖത്തിട്ട് അടികിട്ടി ഫുള്ള് തഴപ്പിച്ച് കിടക്കുക. ഇപ്പൊ ഒരു അടി കിട്ടാഞ്ഞിട്ടാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. എന്നാലും എന്റെ സുഷമേ നീ എവിടെയാണ്? എന്താ ചേട്ടാ എന്നെ വിളിച്ചാ? നിന്റെ പേരും സുഷമ്മയെന്ന് അറിഞ്ഞ? അപ്പൊ സുഷമ്മ എന്നുള്ള ഒരുത്തിനെ കിട്ടാനായിരുന്നു എന്റെ വിധി. മോളിങ്ങോട്ട് വന്നേ. എന്താ ചേട്ടാ? ചേട്ടന് ഇഷ്ടമാണോ? ഒത്തിരി അല്ലേ? കൈ ഇങ്ങനെ പിടിച്ചേ. ദീ ഒരു ഭാഗം കണ്ട ടപ്പേന്ന് പറഞ്ഞ സൗണ്ട് കേക്കണം. അടിക്ക്. അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്താ? ഭർത്താക്കന്മാരെ നമ്മൾ ദൈവത്തെ പോലെ കാണണ്ടേ? ആണോ? ഇതങ്ങനെ ഒരുത്തി. ചേട്ടാ തലേമൊത്തം മാറാമ്പല്. ഇത് ഇത്തിരി അമർത്തി ഒന്ന് അടിക്കുവായിരുന്നെങ്കിൽ മാറാമ്പല്ലേ. എടാ അഭിഷേക് നീ എന്താ ഇവിടെ? അതെന്ത് ചോദ്യോടാ? കല്യാണം വിളിച്ചിട്ട് വന്നില്ല, വിരുന്നിന് വന്നപ്പോ ഇമ്മാരി ചോദിക്കണം. അല്ലെ ഈ കവളത്തെന്താ? അല്ല അത് ഭാര്യ ഒന്ന് ഉമ്മ വെച്ചാ. ഉമ്മേ കവള് കരിഞ്ഞൊരു മണമടിക്കണോണ്ടല്ല. അല്ല നീ എന്റെ ഭാര്യനെ കണ്ടല്ല? ഇല്ല. അവരിവളെ കിട്ടിയ എന്നാലും എന്റെ സുഷമേ